ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാലമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ആക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പും മഞ്ഞളും കൂട്ടി മിക്സ് ചെയ്ത് തിരുമ്മി വെച്ചതാണ്. ഇതൊന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. എന്നൊക്കെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടൻ ബിരിയാണിയുടെ ചോറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള നമ്മൾ ലൈറ്റായിട്ട് കട്ട് ചെയ്തതാണ്, അധികം കട്ടി കൂട്ടിയിട്ടില്ല. ഇത് നമ്മൾ മസാലയൊക്കെ എടുത്ത് വെച്ച സവാളയാണ്. ഇത് നമ്മൾ കുറച്ച് കട്ടി കൂട്ടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചോറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കട്ടി കുറച്ചു. നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ളത് ചെറിയ സവാള 2 എണ്ണമാണ്. നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വലിയ 2 സവാളയാണ്. നമ്മൾ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിനായിട്ട് നമ്മുടെ മസാലയാക്കാൻ വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർക്കാം, കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണി ആകുന്ന അത്ര വഴന്ന് വരണ്ട. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഈ പേസ്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയതാണ്. ഒന്ന് മിക്സ് ചെയ്താം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം, കുറച്ച് തൈര് ചേർക്കാം, മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിരുമ്മി വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം, മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്കിതൊരു 4 വിസിൽ വരെ അടച്ച് വെക്കാം. നമ്മുടെ മട്ടൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഗ്ലാസ് വലിപ്പത്തിൽ 3 ഗ്ലാസ് അരിയാണ്. നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ചോറ് തയ്യാറാക്കാനായി എടുക്കുന്നത്. ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് നെയ്യ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്, 2 സ്പൂൺ. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ലൈറ്റായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും. ഇനി ഇതൊന്ന് ബ്രൗൺ കളറാക്കാം. നമ്മുടെ സവാള ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായതിനു ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ മട്ടൻ ബിരിയാണിക്ക് ഇത് ഇടണമെന്ന് നിർബന്ധമല്ല, നമ്മളുടെ കയ്യിലുണ്ടായത് കൊണ്ട് നമ്മളിട്ടു. നമുക്ക് അത് വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരാം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ നല്ല ക്രിസ്പി ആയി കിട്ടും. നമുക്ക് എണ്ണയിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത കോരിയ പാത്രത്തിൽ തന്നെ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പട്ട ചേർത്ത് കൊടുക്കാം, ബേ ലീഫ് ചേർത്ത് കൊടുക്കാം, ഏലക്കായ ചേർത്ത് കൊടുക്കാം, ഗ്രാമ്പു ചേർക്കാം, തക്കോലം ചേർക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേവിക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കാം. നമ്മുടെ ബിരിയാണിയിലെ ആ മസാലയും മട്ടനും തയ്യാറായി. ചോറും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ദം ചെയ്യുന്നത് കുക്കറിലാണ്. നമുക്ക് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് കോരിയ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. വീണ്ടും നമ്മൾക്ക് നെയ്യ് ചേർക്കാം. അതിനുശേഷം നമ്മളുടെ മട്ടൻ്റെ ആ ഒരു പകുതി നമ്മളെടുത്തു. മട്ടൻ മസാലയുടെ പകുതി നമ്മളെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വറുത്ത് ഒരു സാധനങ്ങളിടാം. ഗരം മസാല ചേർക്കാം. മട്ടൻ ചേർക്കാം. നമ്മൾ മട്ടൻ്റെ ബാക്കി കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ചോറിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും പാലിൻ്റെയും ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കാം. വറുത്ത് കോരിയ സാധനങ്ങളും ചേർക്കാം. കുറച്ച് നെയ്യ് കൂടെ എൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ.